1967 തന്നെ IAS പരീക്ഷ മലയാളത്തിൽ എഴുതാം. എന്നിട്ട് കേരളത്തിലെ PSC പരീക്ഷകൾ ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കോൺഗ്രസ് സമ്മേളനം ആണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളികൾ എന്നുള്ള നിലയിലുള്ള ആദ്യത്തെ ഒത്തുകൂടൽ. നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കണേ വലിയ ബഹുജന പ്രക്ഷോഭം ആവശ്യം. മലയാളത്തിന് അങ്ങനെ ഒരു വലിയ ബഹുജന പിന്തുണ ഇപ്പോഴും നമ്മുടെ ബോധമായിട്ട് വന്നില്ല. കുട്ടിയെ നിങ്ങൾ നിരോധിച്ചിട്ട്, ചില കാര്യങ്ങൾ കുട്ടിക്ക് നിരോധിച്ചിട്ട് ഒരു പ്രത്യേക സംസ്കാരം കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് ഈ സംസ്കാരം നോക്കി പിന്നെ കുട്ടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കേരള സമൂഹം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകും തോറും കേരള സമൂഹം ഒരു സമൂഹം എന്ന നിലയ്ക്ക് പിന്നിലേക്ക് പോകും. ഇത് സ്ത്രീകളുടെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ദളിതരുടെ പ്രശ്നം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും, പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും, ഭാഷയുടെ കാര്യം പറഞ്ഞാൽ മാത്രം മനസ്സിലാവില്ല. ഇത് പറയുന്ന ആളുകൾ ഭാഷാ മൗലികവാദികളായി മുദ്രകുത്തപ്പെടും, തീവ്രവാദികളായി ഒരു വിഭാഗം ആളുകൾ മുദ്രകുത്തുന്നത്. ബസ്സിന് പകരം ഒരു മലയാള വാക്ക് കണ്ടുപിടിക്കാനും മലയാളത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളും തയ്യാറില്ല. ഉച്ചാരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള വാദമൊന്നും ഐക്യമലയാള പ്രസ്ഥാനം നടത്തുന്നില്ല. അതായത് നമുക്ക് ഇവിടെ മലപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ ഇജ്ജി എന്ന് പറയുന്നതാണ് മാതൃഭാഷ എന്ന് കരുതുന്ന ആളുകളാണ്. ഇപ്പോൾ എന്തുകൊണ്ട് മലയാളം കേരളത്തിൽ വേണ്ടതുപോലെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, LP UP ക്ലാസ്സുകൾ മുതൽ നേരത്തെ ഉണ്ടായിരുന്ന മലയാളം പഠിക്കാനുള്ള മണിക്കൂറുകൾ എത്രയാണെന്ന് നോക്കുക, ഇപ്പോഴെത്രയാണെന്ന് നോക്കുക. പിന്നെ എങ്ങനെ കുട്ടികൾ മലയാളം പഠിക്കും? ഇന്ന് വായനാ ദിനം. മാതൃഭാഷ എന്ന നിലയിൽ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവരാണ് നമ്മൾ. പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മലയാളം എഴുതാനോ വായിക്കാനോ അത്ര കണ്ട് അറിയില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മലയാളം ബോധന മാധ്യമമായ പൊതുവിദ്യാലയങ്ങളിലെ അവസ്ഥയും ഇതുതന്നെയാണ്. മാതൃഭാഷയായ മലയാളത്തിലാണോ അതോ വൈദേശിക ഭാഷയായ ഇംഗ്ലീഷിലാണോ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും വേണ്ടതെന്ന ചർച്ച കേരളത്തിൽ എല്ലാ കാലത്തും സജീവമായി നടക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ചർച്ചകൾ സ്വാഭാവികമായിട്ടും എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. മലയാളം എന്ന നമ്മുടെ മാതൃഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ട പല പ്രസ്ഥാനങ്ങളുടെയും, മലയാള ഐക്യവേദി പോലുള്ള പല പ്രസ്ഥാനങ്ങളുടെയും ശ്രമഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിക്ക് മലയാളം നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ സാധിക്കുന്നത്. മാതൃഭാഷയോട് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം ഒരു അകൽച്ച ഉണ്ടാവുന്നത്? മാതൃഭാഷയുടെ സംരക്ഷണത്തിനായുള്ള ശ്രമഫലങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? ഇക്കാര്യങ്ങളെക്കുറിച്ച് കേരളീയത്തോട് സംസാരിക്കുന്നത് അധ്യാപകരും സാഹിത്യ നിരൂപകനും മാതൃഭാഷ അവകാശ പ്രവർത്തകനുമായ ഡോക്ടർ P. പവിത്രനാണ്. നീണ്ടകാലത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും ഈയിടെ വിരമിച്ച പവിത്ര മാഷ് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള അവകാശ സമരങ്ങളിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു. സ്വാഗതം മാഷ്. മാഷ് ഇപ്പോൾ പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണ്, ജൂണിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും, അതായത് എല്ലാ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലും ഉണ്ടാകുന്ന പോലെ മാതൃഭാഷാ പ്രയോഗവുമായിട്ട്, കുട്ടികളുടെ മാതൃഭാഷാ പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈയിടെ ഞാൻ വായിച്ചൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. മാതൃഭാഷാ പഠന നിയമം വന്നത് 2017 അതിൻ പ്രകാരം തന്നെ ഈ 1ാം തരം മുതൽ 10ാം തരം വരെയുള്ള കുട്ടികൾക്ക് മലയാളം എന്ന് പറയുന്നത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയായിട്ട് തന്നെയാണ് തുടരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ സ്പെഷ്യൽ ഇംഗ്ലീഷ്, അഡീഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ബിരുദന്മാരുടെ ഒരു കയറ്റം വരികയും അത് ചില സ്കൂളുകൾ, ഇപ്പോൾ അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളൊക്കെ അത് കുട്ടികൾക്ക് മലയാളം പഠിക്കേണ്ടതല്ലാത്ത കുട്ടികളെ ഈ വിഷയങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2017 മലയാള ഭാഷാ പഠന നിയമം വരുന്നത്, 2024 ഇനിയും ഇത്തരം വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനൊരു വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കാനുള്ള കാരണം? മലയാള പഠന നിയമം 2017 വന്നതെങ്കിലും 2011 തന്നെ 1ാം ഭാഷാ ഉത്തരവ് എന്ന് പറയുന്ന ഒന്ന് വന്നിരുന്നു. അപ്പോൾ അത് ഐക്യമലയാള പുസ്തകമൊക്കെ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഉത്തരവാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത്. അതിൻ്റെ വിശദാംശങ്ങളിൽ ആദ്യം പറയുന്നത് സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇനി ഉണ്ടാവില്ല എന്നാണ്. ഈ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ 5ാം ക്ലാസ് മുതൽ വേണമെങ്കിൽ മലയാളം അല്ലാത്ത മറ്റേതെങ്കിലും വിഷയം മുഖ്യമായിട്ട് എടുക്കാം. സംസ്കൃതമോ അറബിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ എടുക്കാം. അങ്ങനെ എടുക്കുന്ന കുട്ടികളും സെക്കൻഡ് പേപ്പർ എന്നുള്ള നിലക്ക് മലയാളമാണ് പഠിക്കുന്നത്.
അപ്പം മിനിമം അവർക്ക് മലയാളത്തെ പറ്റിയുള്ള ചില ധാരണകൾ ഉണ്ടാവും. ആ സെക്കൻഡ് പേപ്പർ എടുക്കാൻ താല്പര്യമില്ലാതെ അതിനു പകരം അതും ഇംഗ്ലീഷ് ആക്കുന്ന രീതിയെയാണ് ഈ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംവിധാനം. അത് 2011 തന്നെ ക്യാൻസൽ ചെയ്തൊരു കാര്യമാണ്. 2017 നിയമത്തോടു കൂടി അത് പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോഴും ആ നിയമം അട്ടിമറിക്കപ്പെടാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ എല്ലാ തലങ്ങളിലും നടക്കുന്നുള്ളതിൻ്റെ തെളിവാണത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഇംഗ്ലീഷ് നിർബന്ധം അല്ലേ? ഇംഗ്ലീഷ് നിർബന്ധം എന്ന് മാത്രമല്ല, നിങ്ങൾ ബിരുദം വരെ പഠിക്കുമ്പോൾ 6 പീരീഡ് ഇംഗ്ലീഷ് പഠിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഹിന്ദി 10ാം ക്ലാസ് വരെ നിർബന്ധമാണ്. ഇവിടെ ആകെ നിർബന്ധമല്ലാത്തൊരു വിഷയം മാതൃഭാഷയെ മലയാളം. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരെല്ലാം തന്നെ കേരളത്തിൽ, ആദ്യത്തെ കാര്യം കേരളത്തിലാണല്ലോ ഇവർ തൊഴിൽ ചെയ്യേണ്ടത്. കേരള സമൂഹത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലക്കാണ് അവർ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഷ അവർ അറിഞ്ഞിരിക്കണം. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ ഒരു 1ാം ഭാഷ ഉത്തരവ് കഴിഞ്ഞ് 2017 മലയാള പഠന നിയമം നിയമസഭ ഏകകണ്ഠമായിട്ട് പാസ്സാക്കിയ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏകകണ്ഠമായി പാസ്സാക്കിയ മലയാള പഠന നിയമം അട്ടിമറിക്കാനുള്ളൊരു ശ്രമം ആയിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. പക്ഷേ ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് അത് ഈ CBSE മറ്റേ CISE ആ സിലബസിലുള്ള കുട്ടികൾ അവർക്കും ഇത് ബാധകമാണെന്നുള്ളത്. പിന്നെ അവർക്ക് SCERT പറയുന്നത് മലയാള പഠന നിയമത്തിലാണ്. മലയാള പഠന നിയമത്തിൻ്റെ ഇത് പ്രകാരം കേരളത്തിലെ എല്ലാതരം സ്കൂളുകളിലും, പൊതുവിദ്യാലയങ്ങൾ മാത്രമല്ല, CBSE സ്കൂളുകളും ICSE സ്കൂളുകളിലും അവിടെ എല്ലാം തന്നെ മലയാളം നിർബന്ധമായി പഠിപ്പിച്ചിരിക്കണമെന്നാണ്. ഇവിടെ CBSEയിലും ICSEയിലും പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പൊതുവിദ്യാലയങ്ങളിൽ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഈ ഉത്തരവ് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം. CBSE ICSE ഉണ്ട്, അതൊരു വശത്തുണ്ട്. അപ്പോൾ അതേ സമയത്ത് പൊതുവിദ്യാലയങ്ങളിൽ പോലും പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുള്ളതാണ്. പക്ഷെ അതേസമയം ഇത്, അതായത് മലയാളം പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക്, അതായത് ഭാഷാ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും SCERTന്റെ ഒരു സ്പെഷ്യൽ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാന്നുള്ളൊരു സംഗതിയും കൂടെ ഈ ഉത്തരവിൽ വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് അതിനെപ്പറ്റി? അതിൽ പിന്നെ ഈ മാതൃഭാഷക്ക് വേണ്ടിയിട്ടുള്ള നിലപാടാണിത്, അല്ലാതെ മലയാളത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടല്ല. നമ്മളിപ്പം ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഐക്യമലയാള പ്രസ്ഥാനം കേരള PSCക്ക് മുമ്പിൽ നടത്തിയൊരു വലിയൊരു സമരം ഉണ്ടല്ലോ, 19 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു നിരാഹാര സമരം. അതിൽ ഉന്നയിച്ച ആവശ്യം കേരളത്തിലെ PSC പരീക്ഷകൾ മലയാളത്തിലും ന്യൂനപക്ഷ ഭാഷകളിലും നടത്തുക എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് എഴുതേണ്ടവർക്ക് എഴുതാം, അതിനാരും തടസ്സം പറഞ്ഞിട്ടില്ല. അതേസമയത്ത് മലയാളത്തിൽ അത് എഴുതാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഭാഷകളിലും എഴുതാനുള്ള അവകാശം ഉണ്ടാവണം എന്നുള്ളത്. ന്യൂനപക്ഷ ഭാഷകളിൽ നിന്ന് കേരളത്തിൽ പറഞ്ഞ അർത്ഥം കന്നഡ, തമിഴ് ഭാഷ മാതൃഭാഷയായിട്ടുള്ള ആളുകളാണ്. അത് ഒരു പ്രത്യേക പ്രദേശത്ത് 15% കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയെങ്കിൽ അതിനെ ന്യൂനപക്ഷ ഭാഷ എന്ന് കരുതാം. അത് ഭരണഘടനാപരമായിട്ടുള്ളൊരു ആശയമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കന്നഡയും തമിഴും പിന്നെ മാതൃഭാഷയായിട്ടുള്ള ആളുകൾക്കുള്ള അവകാശമാണ് ന്യൂനപക്ഷ അവകാശം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 10ാം ക്ലാസ് വരെ മലയാളത്തിന് പകരം അവർക്ക് കന്നഡ മീഡിയത്തിൽ പഠിക്കാം, തമിഴ് മീഡിയത്തിൽ പഠിക്കാം, മലയാളത്തിന് പകരം അവർക്ക് കന്നഡയോ തമിഴോ ഒരു വിഷയമായിട്ട് എടുക്കാം. അത്രയും പിന്നെ അവകാശം ഇവിടെ ഉണ്ട്. അത് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മലയാളത്തിനില്ല എന്നുള്ള വേറെ കാര്യം. എങ്കിലും അത്രയും അവകാശം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നതുള്ളതുകൊണ്ട്, ജോലി ചെയ്യേണ്ട ഒരു വലിയ വിഭാഗം അവർ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു പേപ്പറായിട്ട് മലയാളം പഠിക്കണം എന്നുള്ള ഒരു ആശയം അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയും, അതുപോലും 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെയോ കാര്യമാണ്. മലയാളം മാതൃഭാഷയായിട്ടുള്ള ആളുകൾ മലയാളം പഠിക്കട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി കന്നഡയുടെയും തമിഴിൻ്റെയും കാര്യം ആലോചിക്കൽ. അതുപോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്, അതുപോലും അട്ടിമറിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ മാഷെ, ഭാഷാപരമായ മനുഷ്യാവകാശം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മലയാള ഐക്യവേദി പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നിക്കൊണ്ടാണ് ഭാഷാവബോധം ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ആ ഒരു ഊന്നൽ നിലനിൽക്കുന്നില്ലേ? അങ്ങനെ തന്നെയാണോ അത് ചെയ്യേണ്ടത്? ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ഇപ്പോൾ ഉത്തരവുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, സർക്കാർ ഉത്തരവുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലതും പുറത്തു വരുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അങ്ങനെ തന്നെയാണോ അത് ചെയ്യേണ്ടത്? അതന്നെയാണോ ശരിയായ മാർഗം? അതിൽ
ഒരുപക്ഷെ എനിക്കൊന്നും മലയാള ഐക്യവേദിയെയും അതുപോലെ മലയാള ഐക്യവേദിയും മലയാള സംരക്ഷണ വേദിയും മലയാള സമിതിയും മറ്റ് സംഘടനകളാണ്. സജീവ് അല്ലെങ്കിൽ പോലും ആ 2 സംഘടനകളും ഉണ്ട്. അപ്പോൾ ആ 3 പ്രസ്ഥാനങ്ങൾ, അതായത് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്ന മലയാള ഐക്യവേദി, അതിനോടൊപ്പം മലയാള സംരക്ഷണ വേദി നേരത്തെ ഉള്ളതാണ്, അതേപോലെ മലയാള സമിതിയും, ഇതെല്ലാം ചേർന്നാണ് ഐക്യ മലയാള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെടുന്നത്. അത് 2010 മുതൽ 2009 മലയാള ഐക്യവേദി വരുന്നത്, 2010 മുതൽ ഐക്യ മലയാള പ്രസ്ഥാനം എന്നുള്ള ഒരു ബാനറിലാണ്, പൊതുവേദിയിലാണത് സമരങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഐക്യ മലയാള പ്രസ്ഥാനം നടത്തിയ ഏറ്റവും വലിയ സമരം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതല്ല. കേരള PSCയിൽ KS ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മലയാള മാധ്യമത്തിലും ന്യൂനപക്ഷ ഭാഷകളിലും നടത്താനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നേരിട്ട് വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ടൊരു കാര്യമല്ലല്ലോ. അധ്യാപകരെയും വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല. ഏത് വിഷയം പഠിച്ച ആളുകളും, അതിപ്പം മലയാളം മാത്രമല്ല, ഇക്കണോമിക്സോ മറ്റ് സയൻസോ ഏത് വിഷയം പഠിച്ച ആളുകളും അവർക്ക് ബിരുദം യോഗ്യതയായ PSC പരീക്ഷകൾ മലയാളത്തിൽ കൂടി എഴുതുന്നു. അത് തൊഴിലിൻ്റെ വിഷയമല്ലേ, അത് ഇതിൻ്റെ ഭാഗമല്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം ഭാഷാസൂത്രണം എന്ന് പറയുന്ന ആശയമുണ്ട് കേരളത്തിൽ, അതങ്ങനെ ചർച്ച ചെയ്യപ്പെടാറില്ല. അല്ലെങ്കിൽ ഭാഷാ നയം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഈ ഭാഷാ നയത്തിലും ഭാഷാസൂത്രണത്തിലും പലതരം സങ്കല്പനങ്ങളുണ്ട്. ഒന്ന്, ഭാഷയുടെ ഒരു ശരീരാസൂത്രണം എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോർപ്പസ് പ്ലാനിങ് എന്ന് പറയും. ആ ശരീരാസൂത്രണം എന്ന് പറഞ്ഞ അർത്ഥം ഭാഷയുടെ ലിപി മുതലുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ ഭാഷ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ആസൂത്രണം, അതൊരു വശം. രണ്ടാമത്തത് ഭാഷയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട, അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണം. അവിടെയാണ് കുട്ടികൾ ഭാഷ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ഏത് തലം വരെ മലയാളം പഠിപ്പിക്കണം, മറ്റ് വിഷയങ്ങൾ എത്രത്തോളം പഠിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ, അതൊരു അക്വിസിഷൻ പ്ലാനിങ് എന്ന് പറയാം. മൂന്നാമത്തെ കാര്യമാണ് ഭാഷയുടെ പദവി, സ്റ്റാറ്റസ് എന്ന് പറയുക, പദവിയുടെ ആസൂത്രണം. ഈ പദവി ആസൂത്രണത്തിലാണ് സത്യം പറഞ്ഞാൽ മലയാള ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഊന്നുന്നത്. അതായത് കേരളത്തിൽ മലയാളത്തിന് ഇപ്പോൾ ഒരു 2ാം കിടയോ 3ാം കിടയോ പദവിയാണുള്ളത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, തൊഴിൽ മേഖലയിൽ, PSC പരീക്ഷയിൽ, കോടതിയുടെ തലങ്ങളിൽ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ മലയാളത്തിൻ്റെ പദവി ഇംഗ്ലീഷിനോടൊപ്പമെങ്കിലും ആക്കി തീർക്കുക കേരളത്തിനകത്ത് എന്നൊരു ആശയമാണ്. അപ്പോൾ അത് പദവിയുടെ വിഷയം വരുമ്പോൾ അത് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും വരും. അപ്പോൾ അതിന് ഭാഷാ നയപരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം കുട്ടി ഭാഷ പഠിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അത് ഉന്നയിക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ വിചാരിക്കുന്നത് ഇത് മാത്രമാണ് പറയുന്നത്, മലയാള മാഷന്മാരുടെ മാത്രം ഒരു കാര്യമാണ്. അല്ല, പക്ഷേ അപ്പോഴും നമ്മൾ ഈ ഉത്തരവുകളിലൂടെയാണ് വിദ്യാർത്ഥികളിൽ ഭാഷാഭിമാനം ഉണ്ടാക്കേണ്ടത്, ഭാഷാഭിമാനം രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണോ? അതായത് നിർബന്ധിത ഉത്തരവുകളിലൂടെ അത് ഉത്തരവ് ഇങ്ങനെ വന്നിട്ടുണ്ട്, അപ്പൊ കുട്ടികളത് അനുസരിക്കാൻ നിർബന്ധിതരാണ് എന്നുള്ള രീതിയിലാണോ ഭാഷാഭിമാനത്തെ വളർത്തേണ്ടത്? അത് നല്ല ചോദ്യം. ഞാൻ പറയാം, ഇപ്പം മനുഷ്യാവകാശ തലത്തിലാണല്ലോ നമ്മൾ ചർച്ച തുടങ്ങിയത്. ഇപ്പം കേരളത്തിൽ ദളിതർക്ക് തെരുവിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയത് കേവല അവബോധത്തിലൂടെയാണോ അതോ നിയമ സംവിധാനത്തിലൂടെയാണോ? 1860കളിൽ തിരുവിതാംകൂറിൽ ദളിതർക്ക് പൊതുനിരത്തിലൂടെ നടക്കാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്തു. 30 കൊല്ലം കഴിഞ്ഞിട്ടും അത് പ്രാവർത്തിക്കാത്തതിൻ്റെ പേരിലാണ് അയ്യങ്കാളിക്ക് തല്ലുകൊള്ളുന്നത്. സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്ന അവബോധത്തിലൂടെ ഉണ്ടായതാണ്. അത് നിയമ സംവിധാനങ്ങളിലൂടെ ഇപ്പോൾ തുല്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നില്ലേ? അതായത് പാർലമെൻറ്റിൽ സ്ത്രീകൾക്ക് തുല്യത വേണം എന്നൊരു ആശയമായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അതുപോലെ ഗാർഹിക പീഡന നിയമം, ഇതൊക്കെ നിയമങ്ങളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് നിയമമില്ലാതെ കേവലം അവബോധത്തിലൂടെ ആളുകൾ ഇത് മാറ്റി തീർക്കും എന്നുള്ളത് നമ്മളൊരു കാൽപ്പനിക സങ്കല്പമാണ്. ഈ ഭാഷയുടെ ചരിത്രം കേരളത്തിൽ മാത്രമല്ല, പുറത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലണ്ടിൽ ഒരു കാലത്ത് ഫ്രഞ്ച് ഭാഷയായിരുന്നു, അല്ലെങ്കിൽ ലത്തീൻ ഭാഷയായിരുന്നു അവിടുത്തെ കോടതി ഭാഷ. കാരണം ഫ്രഞ്ചുകാർ ഒരു കാലത്ത് അതിന് കീഴടക്കി വെച്ചിരുന്നു. അതവർ നിയമങ്ങളിലൂടെയാണ് മാറ്റിയത്. കോടതി ഭാഷ നിയമത്തിലൂടെ എത്ര ശ്രമിച്ചിട്ടും മാറാതെ അവസാനം ശിക്ഷാ നടപടി ഉണ്ടാക്കി. 1732 ജോർജ് 2 രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇനി മുതൽ ഇംഗ്ലീഷ് കോടതിയിൽ ആരെങ്കിലും ഫ്രഞ്ചോ ലത്തീനോ സംസാരിച്ചാൽ 50 പവൻ പിഴ എന്ന്. അങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ പോലും കോടതി ഭാഷ ഇംഗ്ലീഷാക്കിയത്. ഇത് നമ്മൾ യൂറോപ്പ് മുഴുവൻ നോക്കിയാൽ അതുവരെ ഉണ്ടായിരുന്ന ലത്തീന് പകരം അവിടുത്തെ ദേശഭാഷകൾ വിദ്യാഭ്യാസ മേഖലയിലും
ഭരണതലത്തിലും കോടതിയിലൊക്കെ കൊണ്ടുവന്ന ഇതുപോലുള്ള ഉത്തരവുകളിലൂടെയും നിയമങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതില്ലാതെ അവബോധപരമായിട്ട് മാത്രം മാറും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇംഗ്ലീഷിന് അനുകൂലമായിരിക്കുന്ന ഒരാളാണ്, ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ ഞാൻ പറയാം, ഇംഗ്ലീഷിൻ്റെ കാര്യം ഇന്ത്യയിൽ വന്ന എങ്ങനെയാണ്? അത് വെറുതെ വന്നതാണോ, അത് ഉത്തരവിലൂടെ വന്നതാണോ? മെക്കാളെ നോട്ടെന്ന് പറയുന്ന ഒന്നിലൂടെ ഉത്തരവിലൂടെ വന്നതായി. കോടതി ഭാഷ ഇംഗ്ലീഷ് ആയത് എങ്ങനെയാണ്? ഉത്തരവിലൂടെ വന്നതാണ്. കൊച്ചിയിൽ ഒരു കാലത്ത് കൊച്ചി തിരുവിതാംകൂർ ഒന്നിച്ചിരുന്ന ഒരു കാലത്ത് കേരളത്തിലെ കൊച്ചി തിരുവിതാംകൂറിൻ്റെ കോടതി ഭാഷ അവിടെ മലയാളമായിരുന്നു. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ആക്കിയതിൻ്റെയാണ് വിഷയം. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ മേൽക്കോയ്മ ഉത്തരവിലൂടെയും നിയമങ്ങളിലൂടെയും ഉണ്ടാക്കിയെടുത്തതാണ്. അത് തിരുത്താനാണ് ശ്രമിക്കുന്നത്. തിരുത്താണ്. ഉദാഹരണം, ഇപ്പോൾ ഇംഗ്ലീഷ് നിർബന്ധമാണ്, 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് നിർബന്ധമാണ്. ഇംഗ്ലീഷ് പഠിക്കാതെ ഒരാൾക്ക് 10ാം ക്ലാസ് പാസ്സാവും? ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ വിചാരിക്കുന്നു, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാതെ 10ാം ക്ലാസ് പാസ്സാവണമെന്ന്, അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാതെ 10ാം ക്ലാസ് പാസ്സാവണം. എന്താ തടസ്സം? നിയമപരമായി അത് സാധ്യമല്ല. അതേപോലെ തന്നെ മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഈ വിഷയം? അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഹിന്ദി ഒഴിവാക്കാൻ പറ്റില്ല, മലയാളം ഒഴിവാക്കാം എന്ന് വന്നത് ആ നിയമ സംവിധാനം അല്ല. പക്ഷെ അതെനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, അതായത് ഇംഗ്ലീഷ് കൊണ്ട് ഭാവിയിൽ അവരുടെ പ്രയോജനവും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ തുടക്കം മുതലേ അത് ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അവർ എന്തുകൊണ്ടോ അവരത് ഇംഗ്ലീഷാണ് ഇനി ഭാവി ഇംഗ്ലീഷാണെന്നുള്ളത് അവർ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് അവർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതേസമയം മലയാളത്തിന് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിങ്ങനെ തന്നെയാണ് വിഷയം. അപ്പം മലയാളത്തിൻ്റെ പദവി ഭരണതലത്തിലും മറ്റെല്ലാ പരീക്ഷകളിലും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷയും മെഡിക്കൽ പരീക്ഷയും ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകൾ എഴുതാന്നുള്ള ഒരു സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തലങ്ങളിൽ മുഴുവൻ മലയാളത്തിനും കൂടി പ്രവേശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ മലയാളം എടുക്കാൻ ബാധ്യതപ്പെടും. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമായതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കൂടെ പറ്റുള്ളൂ എന്ന് വരുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ KS പരീക്ഷ മലയാളത്തിൽ എഴുതാം എന്ന് വരുമ്പോൾ മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, ഒരു ആത്മവിശ്വാസം വരുമല്ലോ. IAS പരീക്ഷ, എൻ്റെ തമാശ അതാണ്, 1967 തന്നെ IAS പരീക്ഷ മലയാളത്തിൽ എഴുതാം. എന്നിട്ടും കേരളത്തിലെ PSC പരീക്ഷകൾ ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സംവിധാനങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ മനോഭാവം മാറും. മനോഭാവം വെറുതെ ഉണ്ടാവുന്നതല്ല, മനോഭാവം ഉണ്ടാവുന്നതിൻ്റെ കാരണം അവിടത്തേക്ക് പ്രവേശം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം കേരളത്തിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ദളിതർക്ക് ചില കാര്യങ്ങൾ സാധ്യമല്ല എന്നൊരു നിയമ സംവിധാനം ഉണ്ടാകുമ്പം ആ നിയമ സംവിധാനത്തിനനുസരിച്ചിട്ട് ഇവരെ പുറത്താക്കുകയാണോ വേണ്ടത്, അതോ നിയമ സംവിധാനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മട്ടിലേക്ക് മാറ്റി തീർക്കുകയാണോ വേണ്ടത്? ഇതാണ് വിഷയം. മാതൃഭാഷയിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അന്യഭാഷയിൽ പ്രാവീണ്യം കുറഞ്ഞ ആളുകൾ കേരളത്തിലെങ്കിലും ജീവിക്കാൻ കഴിയണ്ടേ? അപ്പോൾ ഈ അർത്ഥത്തിൽ കൂടി ഇത് മനുഷ്യാവകാശമാകും, അല്ലാതെ വെറും മനോഭാവത്തിൻ്റെ കാര്യമല്ല. മനോഭാവങ്ങളെല്ലാം വരുന്നത്, ഇപ്പോൾ പുരുഷാധിപത്യ മനോഭാവം വരുന്നത് സ്വാഭാവികമായിട്ട് നാഡീഞരമ്പുകളിൽ നിന്ന് വരുന്നതാണോ? അതൊരു സാമൂഹ്യ ഘടനയുടെ ഭാഗമായിട്ടും ആ ഘടനയെ സംരക്ഷിക്കുന്ന നിയമ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് മാറും. അപ്പോൾ അതുപോലെ ഇതിനെ കാണണം. ഭാഷയുടെ കാര്യം മാത്രം വരുമ്പോൾ നമ്മൾ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മൾ മേലെ നിന്നാണ് നോക്കുന്നത്, ഇംഗ്ലീഷിൽ നിന്നുകൊണ്ടാണ് മലയാളത്തിൽ നോക്കുന്നത്. അതൊരു ഒരു സംഗതി മുകളിൽ നിന്ന് താഴേക്കുള്ള നോട്ടായതുകൊണ്ടാണ്. അത് മാറി തീർന്നാൽ മാത്രമേ ഇതിൻ്റെ യുക്തികൾ പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് എൻ്റെ അടിസ്ഥാനം. പക്ഷെ മാഷെ, അപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പൊതുജനങ്ങൾക്ക് തന്നെ, അതായത് അവർക്കുള്ളൊരു മാതൃഭാഷയ്ക്ക് മേലുള്ളൊരു അഭിമാനം ഉണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു, അതെനിക്ക് സാംസ്കാരികമായി ഉണ്ടാവേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. സാംസ്കാരികമായി ഉണ്ടാവേണ്ടതാണ് അവർക്ക് ഭാഷയോടുള്ള സ്നേഹവും അഭിമാനവും ഒക്കെ. അത് നമുക്ക് ഇപ്പോൾ ഉത്തരവിലൂടെയോ ഒരു സർക്കാർ ഉത്തരവിലൂടെയോ അങ്ങനെ എനിക്ക് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ ആൾക്കാർക്ക് ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ സാമൂഹ്യ ചരിത്രത്തിനെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൽ ഉത്തരവുണ്ട്. ഇപ്പം രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം വേണ്ടതാണോ വേണ്ടാത്താണോ, അല്ലെ ഉള്ളതാണോ ഇല്ലാത്തതാണോ? രാജ്യസ്നേഹം ഉണ്ട്. എപ്പോൾ മുതലാണ് രാജ്യസ്നേഹം തുടങ്ങിയത്? ആധുനിക ദേശീയതകൾ രൂപപ്പെട്ടതിന് ശേഷം മാത്രമേ രാജ്യസ്നേഹം മനുഷ്യർക്ക് വന്നു തുടങ്ങിയത്. ഇന്ത്യയിലാണെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യസ്നേഹം വന്നത്. 19ാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മൾ ഈ രാജ്യസ്നേഹം, ദേശാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അത് സമരങ്ങളിലൂടെ രൂപപ്പെട്ടൊരു കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്നൊരു ബോധം. ഇപ്പോൾ അതുപോലെ സ്ത്രീകളുടെ അവകാശം, ഈ ഒരു 50 കൊല്ലം മുമ്പ് സ്ത്രീ എന്നുള്ള അഭിമാനവും സ്ത്രീ അവകാശം എത്ര പേർക്കുണ്ടായിരുന്നു?
അത് സ്ത്രീകൾ നടത്തിയ സമരങ്ങളിലൂടെയും അതുവരെ അവർക്ക് പ്രവേശമില്ല എന്ന് കരുതിയ മേഖലകൾക്ക് തങ്ങൾക്ക് പ്രവേശമുണ്ടെന്നുള്ള ധാരണയും അതിനോട് എത്രയോ ആളുകൾ നടത്തിയ സമരങ്ങളുടെ ഭാഗമായിട്ടും വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ രൂപപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന സാംസ്കാരികത. സംസ്കാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം അടിസ്ഥാനപരമായി സമരങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ്. രണ്ട് തരത്തിൽ അതിനെ നോക്കിക്കാണാം. ഒന്ന് മതവുമായിട്ട് ബന്ധപ്പെട്ട് ആചാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്കാരം അല്ലേ, അങ്ങനെ ഒരു സാധനമുണ്ട്. അതാണ് കോമൺ സെൻസ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അത് സ്വാഭാവികമായിട്ടാണ് നമ്മൾ കരുതുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിയമങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മതത്തിലേക്കും ആചാരങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ ഖാദി എന്ന് പറയുന്ന ഖദർ ഉടുപ്പ് കേരളത്തിൻ്റെ ഇന്ത്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി. അതെങ്ങനെ ഉണ്ടായതാ? ചർക്ക പ്രചരിപ്പിച്ച് അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ സംവിധാനങ്ങളിലൂടെ അവസാനം സർക്കാർ തന്നെ സബ്സിഡി കൊടുത്ത് ഒക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു സംഗതി അത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് നേരത്തെ അവിടെ കിട്ടിയ ഒരു സാധനമല്ല, ഉള്ളൊരു കാര്യമല്ല, നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു കാര്യം. അത് സമരങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഉള്ള ഭാഷാഭിമാന ബോധം കേരളത്തിലില്ലാത്തത്? അതുപോലെയുള്ള തമിഴ്നാട്ടിലോ കർണാടകത്തിലോ നടന്നതുപോലെയുള്ള വലിയ ഭാഷാ സമരങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. അതാ കാരണം. തമിഴ്നാട് നമ്മൾ നോക്കി നോക്കൂ, അവിടുത്തെ തമിഴ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള വലിയ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. കർണാടകത്തിൽ അതിൻ്റെ അജണ്ടയുടെ ഭാഗം. അതിൽ നിന്ന് എടുക്കേണ്ടതും രണ്ട് കാര്യങ്ങളുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഒരിക്കൽ പോലും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയിൽ ഇത് വരാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ തൊഴിലാളികളുടെ സമരം നമുക്കിന്ന് അസ്വാഭാവികമായിട്ട് തോന്നില്ലല്ലോ, കർഷകരുടെ സമരം ഇന്ന് അസ്വാഭാവികമായിട്ട് തോന്നില്ലല്ലോ. പക്ഷെ 30-കൾക്ക് മുമ്പ് വളരെ അസ്വാഭാവികമായിരുന്നു. അപ്പോൾ എന്നതുപോലെ കേരളത്തിലെ മുഖ്യധാര പ്രസ്ഥാനങ്ങൾ ഇത് അവരുടെ അജണ്ടയുടെ പിന്നിൽ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ആയിട്ട് മാറിത്തീരും. മാതൃഭാഷ എന്ന് പറയുന്നത് രക്തത്തിലുള്ളൊരു സാധനമല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് അച്ഛനമ്മമാരുടെ ലണ്ടനിലേക്ക് പോകുന്നു, അവരുടെ കുട്ടി ഇംഗ്ലീഷിലാണ് വളരുന്നതെങ്കിൽ ആ കുട്ടിയുടെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. ബംഗാളികൾ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, അവരുടെ കുട്ടി കേരളത്തിലെ മലയാളി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരുകയും പൊതുസമൂഹത്തിലാണ് വളർന്നു പോവുകയും ചെയ്യുന്നെങ്കിൽ ആ കുട്ടിയുടെ ഭാഷ ഏറ്റവും അടിസ്ഥാനപരമായ സാമൂഹ്യ ഭാഷ മലയാളമാണെങ്കിൽ അത് മാതൃഭാഷയാണ് കുട്ടിയുടെ. ബംഗാളിയാണ് അച്ഛനമ്മമാരെങ്കിലും രക്തം ബംഗാളിയാണെങ്കിലും മാതൃഭാഷ മലയാളമാവും. ആ കുട്ടിക്ക് ചിലപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആവും ബംഗാളി. ഇപ്പോൾ കേരളത്തിന് പുറത്തെ മലയാളത്തിൻ്റെ സ്ഥിതി ഒരിക്കലും അത് ഫസ്റ്റ് ലാംഗ്വേജ് ആവില്ല, ആവേണ്ട ആവശ്യമില്ല, ആവാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അവിടെ തന്നെയാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ അവരുടെ ഏത് സമൂഹത്തിലാണോ അവർ സേവനം ചെയ്യാൻ പോകുന്നത് ആ സമൂഹത്തിൻ്റെ ഭാഷയാണ് ഒന്നാം ഭാഷയായിട്ട് വരേണ്ടത്. മറ്റു തീർച്ചയായിട്ടും 2-3 ഭാഷയായിട്ട് മാറാം. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടപെടലിലൂടെ മാറുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ തന്നെ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തെ ചരിത്രം എടുത്താൽ ആദ്യം ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് മെല്ലെ മെല്ലെ ഈ സമരത്തിൻ്റെ ഭാഗമാകുകയും അതിനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പൊതു അവബോധത്തിൻ്റെ ഭാഗം. ഇപ്പോൾ പണ്ട് ദളിതർ, നീഗ്രോകൾ എന്നൊക്കെ പണ്ട് മുദ്ര കുത്തി ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും അത് ഇന്നിപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. എന്നതുപോലെ ഭാഷാവകാശം എന്ന് പറയുന്നത് അതിനൊരു വാക്കുപയോഗിക്കുന്നുണ്ട്. ഈ സ്കുട്നാബ് കാങ്കാസ് അവരുപയോഗിക്കുന്ന വാക്ക് ഭാഷാ വിവേചനമാണ്. അത് വർണ്ണവിവേചനം പോലെ, ജാതി വിവേചനം പോലെ, ലിംഗവിവേചനം പോലെ ഉള്ളൊരു സാധനമാണ്. ഈ വിവേചനം കൊളോണിയൽ കാലത്തെ സമൂഹങ്ങളിൽ ഉപയോഗിച്ച വാക്ക് ശരിയാണെങ്കിൽ ആ സമൂഹങ്ങളുടെ രക്തത്തിലുള്ളതാണ്. കാരണം അവരുടെ രക്തം ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികളുടെ മനോഘടന സ്വാംശീകരിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിൽ ഇംഗ്ലീഷ് കോയ്മ വരും. അതിനെ മറികടക്കുമ്പോഴാണ് നമ്മളത് അതിൽ നിന്ന് മാറി വരുന്നത്. ഇപ്പോൾ ഒ വിജയൻ്റെയോ അല്ലെങ്കിൽ മുകുന്ദൻ്റെയോ നോവൽ എടുത്താലേ, കഥകൾ എടുത്തു നോക്കിയാൽ മയ്യഴിയിൽ ഫ്രഞ്ചുകാർ പോകുന്നതിനെതിരെയായിരുന്നു ഒരു വലിയ വിഭാഗം ആളുകൾ. പാലക്കാട് ഒരുപാട് ആളുകൾ ബ്രിട്ടീഷുകാർ പോകുന്നതിനെതിരായിരുന്നു. ഇപ്പം ആരെങ്കിലും പറയുന്നുണ്ടോ അത്? അപ്പോൾ ഞാൻ പറഞ്ഞത് സംസ്കാരം എന്ന് പറയുന്നത് അവിടെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒന്നാണെന്നും അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണെന്ന് കരുതുന്നത് സാമൂഹ്യ ജീവിതം പ്രകൃതി നിയമം പോലെ ശാശ്വതമാണെന്നുള്ള സങ്കല്പം. പ്രകൃതി നിയമം പോലെ ഇപ്പം മാറ്റാൻ ശ്രമിക്കുന്നത് വേറെ കാര്യം. സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സമരങ്ങൾ കൊണ്ട്, ഇടപെടൽ കൊണ്ട്, സംഘടനകൾ കൊണ്ട് മാറ്റി തീർത്തതാണ്. അങ്ങനെയല്ലേ ഭരണകൂടം എന്ന് പറയുന്നത് ദൈവികമായിരുന്നല്ലോ ഒരു കാലത്ത്. ഇപ്പം ആരും കരുതുന്നില്ലല്ലോ. ഇപ്പം ഭരണകൂടം എന്ന് പറയുന്നത് നമ്മൾ ഇച്ഛാശക്തി കൊണ്ട് മാറ്റിമറിക്കുന്ന ഒന്നാണെന്ന് ജനാധിപത്യ ബോധം നമുക്കുണ്ട്. ഇതേപോലെ തന്നെയാണ് സാംസ്കാരിക മനോഭാവവും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും അത് വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഷയ്ക്ക് അനുകൂലമായി വരുന്ന നിലപാടുകളോടുള്ള ഈ പ്രതിരോധം
അപ്പോൾ അതങ്ങനെയാണ് തോന്നുന്നത്. ഇതിനൊന്നും അർത്ഥം മറ്റ് ഭാഷകൾ പഠിക്കേണ്ടതെന്നുള്ളതല്ല. ഇംഗ്ലീഷ് പഠിക്കുന്നതിനോ ഇംഗ്ലീഷ് മാധ്യമത്തിൽ പഠിക്കുന്നതിനോ പോലും കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ എതിര് പറയുന്നില്ല. പക്ഷേ മലയാളത്തിലുള്ള ആളുകൾക്ക് കേരളത്തിൽ തുല്യാവകാശമെങ്കിലും കിട്ടണമെന്നാണ് പറയുന്നത്. തുല്യാവകാശത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് ഒരു മാനുഷിക സമരമല്ലേ? തുല്യ പദവിക്ക് വേണ്ടിയുള്ള സമരമല്ലേ ലോകത്തിൻ്റെ എല്ലാ സമരങ്ങളും. അപ്പോൾ ആ നിലയ്ക്ക് കാണും. നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, അതായത് ഭരണകക്ഷികൾ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതൊഴിച്ചാൽ ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം എത്രത്തോളം പ്രോത്സാഹനം നൽകുന്നുണ്ട്? ഒരു ഉദാഹരണം വെച്ച് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈയിടെ നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഈ 10ാം ക്ലാസ്സിലും +2ലും തമിഴിൽ മുഴുവൻ മാർക്ക് നേടിയ കുട്ടികൾക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കൊടുത്ത് അവരെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ടായി. അപ്പോൾ അവർ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഏത് ഭാഷയിൽ ഏത് വിഷയത്തിൽ മുഴുവൻ മാർക്ക് വാങ്ങിയാലും അത് അഭിനന്ദാർഹമാണ്. പക്ഷേ നമ്മുടെ തായ്മൊഴി തമിഴിൽ 100ൽ 100 വാങ്ങിയാൽ അത് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അവർക്ക് അവാർഡ് ദാനം നടത്തുന്നത്. അപ്പോൾ ആ ഒരു തമിഴ്നാട്ടിലെ ഭാഷയോട് അത്രത്തോളം അവർക്ക് മതിപ്പും പ്രശംസിക്കേണ്ടതുമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള ഉത്തരവുകൾ നടപ്പിലാക്കുന്നത് ഒഴിച്ചാൽ കേരളത്തിൽ എങ്ങനെയാണ്, കേരളത്തിന്റെ ഭരണ സംവിധാനം എങ്ങനെയാണ് ഭാഷയുടെ വളർച്ചയ്ക്ക് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ എന്തൊക്കെയാണ്? തമിഴ്നാടായിട്ട് താരതമ്യം ചെയ്യാതെ തന്നെ നമുക്ക് പറയാം. തമിഴിലിപ്പം എടുക്കേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അത് താരതമ്യം ചെയ്യാതെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. 1957 ആദ്യത്തെ സർക്കാർ, EMSന്റെ സർക്കാർ ആണ് ഭരണഭാഷ മലയാളമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. തുടക്കത്തിൽ കോമാട്ടിൽ അച്യുതമേനോൻ കമ്മിറ്റി, അങ്ങനെയുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ദേശീയ സമരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്ന ഒരു ആശയമാണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രദേശാടിസ്ഥാനത്തിലായിരിക്കണം കോൺഗ്രസിൻ്റെ, അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രവിശ്യ കോൺഗ്രസ് രൂപപ്പെടുത്തേണ്ടതെന്നുള്ള ആശയം വരുന്നത്. അങ്ങനെയാണ് നേരത്തെ കൊച്ചിയും തിരുവിതാംകൂറും മലബാറും 3ആയിരിക്കെ തന്നെ KPCC എന്ന് പറയുന്നൊരു ആശയം വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളം ഉണ്ടായിട്ടില്ല. തിരുവിതാംകൂർ വേറെ, കൊച്ചി വേറെ, മലബാർ വേറെ, 3ആയിരിക്കെ തന്നെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിലാണ്. അപ്പം ഭാഷയാണ് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ദേശീയ പ്രസ്ഥാനം അംഗീകരിച്ചു എന്നർത്ഥം. 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കോൺഗ്രസ് സമ്മേളനം ആണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളികൾ എന്നുള്ള നിലയിലുള്ള ആദ്യത്തെ ഒത്തുകൂടൽ. അത് ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണത്. അത് മറ്റ് ഭാഷാ സംഭവങ്ങളൊക്കെ വളരെ അഭിമാനപൂർവ്വം കാണുന്ന സന്ദർഭമാണ്. പക്ഷെ മലയാളിക്ക് അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് അറിയില്ല. ആലോചിച്ച് നോക്കൂ, തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുള്ള ആളുകൾ പ്രദേശ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ, ലിംഗ വ്യത്യാസമില്ലാതെ ആദ്യമായിട്ട് ഞങ്ങൾ മതപരമോ ഗോത്രപരമോ ജാതിപരമായുള്ള ഐഡൻറ്റിറ്റി അല്ല, ഞങ്ങൾ ഒരേ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഒത്തുകൂടുന്നത്. അപ്പോൾ അവിടെ മുതൽ സത്യം പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭാഷയെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ധാര തന്നെയായിരുന്നു, ഗാന്ധിയൻ പ്രസ്ഥാനത്തിൻ്റെ അല്ലാതെയൊക്കെ ഉള്ള ഒരു ധാരയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തള്ളൽ ആദ്യഘട്ടത്തിലുണ്ട്. കാരണം 52 എത്തുമ്പോഴേക്കും 52, 53 ആകുമ്പോൾ ആന്ധ്രയിൽ വലിയ സമരം നടക്കുന്നുണ്ട്. പോറ്റി ശ്രീരാമലുവിൻ്റെ സത്യാഗ്രഹമുണ്ട്, ഭാഷാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമുണ്ട്. അപ്പോൾ ആ ഊർജ്ജത്തിലാണ് 57 അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 1960കളായി തീരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 57 തുടങ്ങിയ സംഗതികളൊന്നും മുന്നോട്ട് പോകുന്നില്ല. അതിൽ 65 തന്നെ അതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നത് ഒരു ഘട്ടം കഴിയുമ്പം ഇവിടെ വന്ന ഗവർണർമാരാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് വിട്ടുപോയി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. പിന്നെ വീണ്ടും 67, 69 കാലത്ത് വീണ്ടും EMSന്റെ സർക്കാർ വന്നപ്പോഴാണ് പിന്നെ ഈ പറയുന്ന ആദ്യത്തെ കേരളത്തിലെ ഭരണഭാഷാ നിയമം വരുന്നത്. മലയാള നിയമം എന്ന് പറയുന്ന ഒരു നിയമം വരുന്നത്. അത് ഭരണഭാഷയുടെ നിയമമാണ്. പാർലമെൻറ്റ്, ഇന്ത്യയിലെ കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ നിയമമാണ്. അത് കഴിഞ്ഞ് 73 അതിന് ഒരു ഭേദഗതി വരുന്നു. അന്നും മലയാളമോ ഇംഗ്ലീഷോ എന്നായിരുന്നു 69 നിയമസഭ പാസ്സാക്കിയ നിയമത്തിലുള്ളത്. അതിന് പകരം ഇന്ന വിഷയം, കേരളത്തിലെ വിഷയങ്ങൾക്ക് മലയാളം, കേരളവും കേന്ദ്രവും തമ്മിലുള്ള അല്ലെങ്കിൽ കോടതിയായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭാഷകളിൽപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള തലത്തിലേക്ക് അത് കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞിട്ടും വലിയ പുരോഗതി ഒന്നും ഉണ്ടായില്ല. 73 ഉത്തരവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്തരവല്ല അത് നോട്ടിഫിക്കേഷനാണ്, അതിൽ പറഞ്ഞൊരു കാര്യം കേരളത്തിലെ കീഴ്ക്കോടതികൾ, അതായത് ജില്ലാ കോടതികളിൽ മലയാളം ഉപയോഗിക്കാമെന്നാണ്. ജഡ്ജ്മെൻറ്റ്, വിധി പ്രസ്താവം മലയാളത്തിൽ നടത്താമെന്നാണ്.
അപ്പോൾ അന്ന് സുബ്രഹ്മണ്യം പോറ്റിയെ പോലെ നല്ല ധാരണയുള്ള ആളുകൾ മലയാളത്തിൽ വിധി പ്രസ്താവിച്ചു എന്നുള്ള രസം. പക്ഷെ അത് കഴിഞ്ഞ് 70-കൾ കഴിഞ്ഞപ്പോൾ 70-കളുടെ അവസാനം എത്തുമ്പം വീണ്ടും ഇതിൻ്റെ പിന്നെ ഒരു ശേഷി നഷ്ടപ്പെടുകയായിരുന്നു ഈ ഭാഷ അവബോധത്തിൻ്റെ. അപ്പോഴേക്കും ചില കാര്യങ്ങളില്ലെന്ന് പറഞ്ഞുകൊണ്ട് 68 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു. അതും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. 77 ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ ചരൺ സിംഗിൻ്റെ ഒരു നേതൃത്വത്തിൽ ഒരു വലിയ യോഗമൊക്കെ വിളിച്ചു കൂട്ടുകയും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഭരണഭാഷ അതത് പ്രവിശ്യകളിലെ ഭാഷയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ മന്ത്രിമാരുൾപ്പെടെ പോയത്, ഇവിടുന്ന് ഒരു സെക്രട്ടറി അയച്ചത്, ബാക്കിയുള്ള ആളുകൾ മന്ത്രിമാരെ തന്നെ അയച്ചു മറ്റ് സംസ്ഥാനങ്ങൾ. അങ്ങനെ 2 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ ഭാഷാ സംസ്ഥാനങ്ങളിലെ ഭരണഭാഷ അതത് ഭാഷയാക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തു. കേരളം 5 കൊല്ലം ആവശ്യപ്പെട്ടു. എ.കെ. ആൻ്റണിയായിരുന്നു അന്ന് ആദ്യത്തെ 78-ലെ മുഖ്യമന്ത്രി. ആ ഘട്ടത്തിൽ അത് നന്നായി നടന്നു. ആ ഘട്ടത്തിലാണ് ലോക മലയാള സമ്മേളനമൊക്കെ നടക്കുന്നത്. പക്ഷേ അപ്പോൾ അതിൽ ഒരു കരുതി എന്താണെന്ന് വെച്ചാൽ 1978-82 ആകുമ്പോഴേക്കും കേരളത്തിലെ ഭരണഭാഷ കോടതി ഭാഷ ഈ പറയുന്ന എല്ലാം മലയാളത്തിലും അതുപോലെ ന്യൂനപക്ഷ ഭാഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇംഗ്ലീഷ് വേണ്ടെടുത്ത് ഇംഗ്ലീഷും എന്നുള്ള നിലയിൽ പൂർണ്ണമായി നാം ഉദ്ദേശിക്കുന്ന മട്ടിലുള്ള ഒരു ഭാഷാ ജനാധിപത്യം കേരളത്തിൽ പുലരുന്ന കരുതിയത്. പക്ഷേ എന്തായാലും നമുക്കറിയാം 82 കേട്ടോ ലക്ഷ്യം കരുതിയത്. 87 85 അതൊന്നും നടക്കാതായപ്പോഴാണ് അന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്ത് ജസ്റ്റിസ് കെ നരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കോടതി ഭാഷ മലയാളമാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. 2 വർഷം കൊണ്ടത് ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. കോടതി നടപടികൾ മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞിട്ട്. 87 കൊല്ലം ഇപ്പോൾ എത്രയായി? 37 കൊല്ലാവുന്നു അല്ലേ? 40 കൊല്ലത്തോട് അടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ശുഷ്കാന്തി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കില്ല. അത് അട്ടിമറിക്കാനുള്ള വളരെ വലിയ വ്യഗ്രത നമ്മൾക്ക് ഉദ്യോഗസ്ഥ വൃന്ദത്തിനും കാണാം. ഇപ്പോൾ 1-ാം ഭാഷാ നിയമത്തിൽ തന്നെ തമിഴ്നാട് താരതമ്യം ചെയ്യാതെ തന്നെ പറയാം. 1-ാം ഭാഷാ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 10ാം ക്ലാസ്സിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എന്നുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കോടതിയിൽ പോകാവുന്നതാണ്. ഇങ്ങനൊരു നിയമം പാസ്സാക്കിയിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ കാര്യങ്ങൾ ഇതൊക്കെ നടന്നത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. സമരം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. പക്ഷേ നടപ്പിലാക്കാൻ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഉദ്യോഗസ്ഥ വൃന്ദമോ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയും, എല്ലാ നിയമങ്ങളും നടപ്പിലാവാൻ പണ്ടത്തെ മിച്ചഭൂമി സമരം എടുത്താലും നിർഭയ കേസ് നമ്മൾ എടുത്താലും ദളിതരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്താലും നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കണമെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭം ആവശ്യമാണ്. മലയാളത്തിന് അങ്ങനെ ഒരു വലിയ ബഹുജന പിന്തുണ ഇപ്പോഴും നമ്മുടെ ബോധമായിട്ട് വന്നില്ല. കേരളത്തിലൊന്നും നടക്കണമെങ്കിൽ പ്രത്യേകിച്ച് പുതിയ കാലത്ത് മതപരമായ ഒരു വലിയ ബാക്കിംഗ് ഇല്ലെങ്കിൽ നടക്കില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭാഷയുടെ പേരിൽ തന്നെ ജനങ്ങൾ സംഘടിക്കും. കേരളത്തിൽ മതത്തിൻ്റെ പേരിലാണ് ജനങ്ങൾ സംഘടിക്കുന്നത്. മതപരമായ അവകാശങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കണം. പക്ഷെ അങ്ങനെ ഇപ്പോൾ സംസ്കൃതത്തിൻ്റെയോ അറബിയുടെയോ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന അതിന് വേണ്ട സ്ഥാനം കൊടുക്കണം. പക്ഷെ അതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾക്ക് മതപരമായ ഒരു ഛായ വരുമ്പോൾ ആളുകൾ ഭയപ്പെടും. ഇപ്പോൾ എന്തുകൊണ്ട് മലയാളം കേരളത്തിൽ വേണ്ടതുപോലെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ LP UP ക്ലാസ്സുകൾ മുതൽ നേരത്തെ ഉണ്ടായിരുന്ന മലയാളം പഠിക്കാനുള്ള മണിക്കൂറുകൾ എത്രയാണെന്ന് നോക്കുക, ഇപ്പോഴെത്രയാണെന്ന് നോക്കുക. പിന്നെ എങ്ങനെ കുട്ടികൾ മലയാളം പഠിക്കും? അതിന് എത്രയോ ശതമാനം കുറഞ്ഞു കഴിഞ്ഞു. അതുപോലെ അന്ന് മലയാളം പഠിക്കുമ്പോൾ മലയാളത്തിലെല്ലാം പഠിച്ചിരുന്നത്. അതായത് നിങ്ങൾ 25 മണിക്കൂർ ഇംഗ്ലീഷും ഹിന്ദി ഒഴിച്ചാൽ ബാക്കിയൊക്കെ മലയാളത്തിലാണ് പഠിച്ചിരുന്നത്. അത്രയും സമയം മലയാളം ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ. ഇപ്പോൾ എത്രയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഒരു 3 മണിക്കൂർ ആഴ്ചയിലായാൽ മതി. അവരെയാണ് നമ്മൾ മലയാളം കുട്ടികളിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൻ്റെ നിലവാരം കുറയും, മലയാളത്തിൻ്റെ സ്വാധീന ശേഷി കുറയും. അപ്പോൾ കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറയും ഭാഷയിൽ. അവർ സ്വാഭാവികമായിട്ടും മറ്റ് ഭാഷകൾ തേടിപ്പോകും. മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറയാറുണ്ട് സ്ഥിരമായിട്ട്, അതായത് നമ്മൾ ഈ കുട്ടിയെ മലയാളമല്ല നിങ്ങളുടെ ഭാഷ എന്നും മലയാളം പഠിക്കേണ്ടതില്ല എന്നും ചെറുപ്പത്തിലെ പഠിപ്പിച്ചാൽ കുട്ടിക്ക് എന്താ നഷ്ടപ്പെടുന്നത്? സ്വന്തം സമൂഹമായിട്ടുള്ള ജൈവബന്ധം നഷ്ടപ്പെടുന്നത് അല്ലേ? മറ്റേതോ ഭാഷാ സമൂഹത്തിലെ അംഗമാണ് എന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ളതെല്ലാം തള്ളേണ്ടതാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ കുട്ടികൾ പുറത്തു പോകുന്നതിൽ എന്താ തെറ്റുള്ളത്? എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു എന്നുള്ള മട്ടിൽ കുട്ടി ആദ്യമേ തൻ്റെ സ്വദേശമായിട്ട് കുട്ടിയെ പഠിപ്പിച്ച അച്ഛനമ്മമാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിപ്പിച്ച ആ ഭാഷാ സമൂഹം നോക്കി പോവാണ്. അപ്പോൾ ആ കുട്ടിയെ തെറ്റു പറയാനില്ല. ഇങ്ങനെയാണ് സംസ്കാരം രൂപപ്പെടുന്നത്. കുട്ടിയെ നിങ്ങൾ നിരോധിച്ചിട്ട്, ചില കാര്യങ്ങൾ കുട്ടിക്ക് നിരോധിച്ചിട്ട് ഒരു പ്രത്യേക സംസ്കാരം കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് ഈ സംസ്കാരം നോക്കി പിന്നെ കുട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കേരള സമൂഹം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകും തോറും
കേരള സമൂഹം ഒരു സമൂഹം എന്ന നിലയ്ക്ക് പിന്നിലേക്ക് പോവുക ചെയ്യുന്നത്. ഈ ഒരു റീവേഴ്സ് പ്രപ്പോർഷൻ നമ്മൾ മനസ്സിലാക്കണം. കാരണം വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാ? ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. എനിക്ക് എൻ്റെ സ്വന്തമായ ഒരു വളർച്ച മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ കരാറാണ്. എനിക്ക് പൊതുസമൂഹം വിദ്യാഭ്യാസം നൽകുന്നത് എനിക്കും സമൂഹവും തമ്മിലുള്ള തൊഴിൽപരവും വൈജ്ഞാനികവുമായ ഒരു കരാറിൻ്റെ ഭാഗമല്ലേ അത്. ഞാനിതൊക്കെ ലംഘിച്ചിട്ട് ഞാൻ ഒരാൾ പോകുന്ന കൊള്ളാം, അല്ലെ കുറച്ച് പേര് പോകുന്നോ മനസ്സിലാക്കാം. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ നാട് വിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന് കുഴപ്പമില്ലേ? കുഴപ്പമില്ലെന്നാണ് ഇപ്പോൾ ആൾക്കാർ കരുതുന്നത്. എത്രത്തോളം ആളുകൾ കയറ്റി അയക്കാം, എന്നിട്ടും നമ്മൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലേ? തമാശ അതൊക്കെയാണ്. പിന്നെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സത്യസന്ധരാകേണ്ട ആവശ്യമുണ്ട്. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. മലയാളം നിരോധിക്കാൻ കഴിയുമെങ്കിൽ ആദ്യം ചെയ്യണത്. കാരണം നിരോധിച്ചാൽ മാത്രമേ അത്രയും വേഗത്തിൽ ആളുകൾ വിദേശത്തേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയാനുള്ളത്, കേരളത്തിൽ അടിയന്തരമായിട്ട് ഇതാണ് ലക്ഷ്യമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് മലയാളം സംസാരിക്കുകയോ പറയുകയോ ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് ഗോവയിൽ ചെയ്തിട്ടുണ്ട് പോർച്ചുഗീസുകാർ. ഗോവയിൽ അവർ കൊങ്കണി എന്ന് പറയുന്ന ഭാഷ നിരോധിച്ചു. പോർച്ചുഗീസ് ഭാഷ അവിടുത്തെ എല്ലാ മേഖലയിലും സ്ഥാപിച്ചെടുത്തു. കൊങ്കണി പുസ്തകങ്ങൾ കത്തിച്ചു. അവസാനം അവിടുന്ന് ഒരുപാട് ആളുകൾ പലായനം ചെയ്തു. ഇങ്ങനെയുള്ള നിലപാടെടുത്താൽ നമ്മുടെ ലക്ഷ്യം ശരിയാണ്. പക്ഷെ അതേസമയം നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തെക്കുറിച്ചും ജനകീയതയെക്കുറിച്ചും ജനകീയ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അതേ സമയത്ത് ഇതിനെതിരായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ മറ്റെല്ലാ സംവിധാനങ്ങളിലും ഇംഗ്ലീഷാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാതൃകയെങ്കിൽ എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കമ്മിറ്റികളിൽ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇംഗ്ലീഷ് മാനദണ്ഡമാക്കുന്നില്ല? അതായത് നിങ്ങൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് ആണെങ്കിൽ അതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താക്കണം? ഇംഗ്ലീഷ് ആക്കണം അല്ലേ? ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പറയുന്ന ആളുകളെയാണ് നിങ്ങൾ തൊഴിൽ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ അതേ മാനദണ്ഡം പ്രയോഗിച്ചിട്ട് ജില്ലാ കമ്മിറ്റിയിൽ ആളുകൾ അങ്ങനെ തിരഞ്ഞെടുക്കണം, സംസ്ഥാന കമ്മിറ്റിയിൽ ആളുകൾ അങ്ങനെ തിരഞ്ഞെടുക്കണം, മുഖ്യമന്ത്രിമാരെ അങ്ങനെ തിരഞ്ഞെടുക്കണം. ഇതാക്കി കഴിഞ്ഞാൽ എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു തരത്തിൽ മക്കളെ പറഞ്ഞതുപോലെ വെളുത്ത ആളുകൾ പോയിട്ട് കറുത്ത ശരീരത്തിൽപ്പെട്ട ആളുകൾ വെളുത്ത ലക്ഷ്യങ്ങളോടുകൂടി ജീവിക്കുന്നു. എനിക്കിതിൽ യാതൊരു എതിർപ്പുമില്ല, ഞാനതിന് അനുകൂലമാണ്. പക്ഷെ നമ്മൾ ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയാണെന്ന് പറയുക, അത് ഉയർത്തിപ്പിടിക്കുക, അതിനെതിരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ വലിയ ജനാധിപത്യവാദികളെന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് പ്രധാനം. ഇത് സ്ത്രീകളുടെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ദളിതരുടെ പ്രശ്നം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും, പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും, ഭാഷയുടെ കാര്യം പറഞ്ഞാൽ മാത്രം മനസ്സിലാവില്ല. ഇത് പറയുന്ന ആളുകൾ ഭാഷാ മൗലികവാദികളായി മുദ്ര കുത്തപ്പെടും, തീവ്രവാദികളായി ഒരു വിഭാഗം ആളുകൾ മുദ്ര കുത്തുന്ന പോലെ. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവെ ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവര് ഈ മാതൃഭാഷാ സ്നേഹികളുണ്ടല്ലോ, അവര് പൊതുവെ പറയുന്നത് മാതൃഭാഷാ സ്നേഹികൾ എന്ന് പറയേണ്ട ജനാധിപത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ആ സമരമുഖത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷ എന്ന് കരുതുന്ന ആളുകൾ എന്ന് പറയുന്നത് നല്ലത്. ഞാൻ ഭാഷാഭിമാനി ഒന്നുമല്ല, എനിക്ക് മലയാളത്തോട് പ്രത്യേകിച്ച് യാതൊരു കമ്പവുമില്ല. ലോകത്തിലെ ഇതര ഭാഷകളോടുള്ള അതേ ദൂരം തന്നെ എനിക്ക് മലയാളത്തോടുള്ളൂ. ഇത് ഞാൻ ജനിച്ചത് കേരളത്തിലായതുകൊണ്ടും ഇത് ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഷ മലയാളമായതുകൊണ്ട്, ഞാൻ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ തമിഴിന് വേണ്ടി വാദിക്കുക, ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇംഗ്ലീഷിന് വേണ്ടി വാദിക്കുക. ഞാൻ ഇവിടെ കേരളത്തിലിരുന്നുകൊണ്ട് മലയാളത്തിന് വേണ്ടി മാത്രമല്ല വാദിക്കുന്നത്, കേരളത്തിലെ ന്യൂനപക്ഷ ഭാഷകൾക്ക് വേണ്ടി, ഗോത്ര ഭാഷകൾക്ക് വേണ്ടി ഒക്കെ വാദിക്കുന്ന ആളാണ്. മലയാളം എപ്പോഴാണോ ആദിവാസികൾക്കെതിരെ തിരിയുന്നത്, ഞാൻ ആദിവാസികൾക്കൊപ്പം. ഇതൊരു ജനാധിപത്യ സമരത്തിന്റെ ഭാഗമാണ്, ഇതിലൊരു തനിമാവാദമില്ല. അല്ലാതെ അതിന് പ്രത്യേകിച്ച് മാതൃഭാഷ സ്നേഹി എന്നുള്ള വാക്കൊന്നും ആ വാക്കൊന്നും കളയുന്ന നല്ലത്. അങ്ങനെ സ്നേഹത്തിന്റെ ആവശ്യമില്ല. രാജ്യസ്നേഹം പോലും ജനാധിപത്യത്തിന്റെ അകത്തല്ലാത്ത രാജ്യസ്നേഹമൊക്കെ അപകടമാണ്. നമ്മൾ രാജ്യസ്നേഹി എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെ രാജ്യമാണെന്നുള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ അന്തർദേശീയവാദികളാണ്, അങ്ങനെ ആയിരിക്കുകയും വേണം. ഇന്ത്യ ആഫ്രിക്കയെ പോയി ആക്രമിക്കുമ്പോൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി വാദിക്കാൻ ബാധ്യതപ്പെട്ട ആളെയാണ് ജനാധിപത്യവാദി എന്ന് പറയുന്നത്. അത്രത്തോളം ഇന്ത്യയിലെ രാജ്യസ്നേഹം പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോയാൽ അപകടം. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അവിടുത്തെ ബ്രിട്ടീഷ് രാജ്യസ്നേഹികൾ എന്താ ചെയ്തത്? അതിലെ മെച്ചപ്പെട്ട ആളുകൾ ഇന്ത്യയോടൊപ്പം നിൽക്കുക ചെയ്തത്, ജനാധിപത്യവാദികൾ. അല്ലെ, അതെ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ അന്യഭാഷ വിരോധികളാണ്, അല്ലെങ്കിൽ എന്താണ് ഈ മതമൗലികവാദികൾ എന്നുള്ള വലിയ വാക്കുകളൊക്കെ പറയുന്ന പോലെ ഭാഷ മൗലികവാദികളാണെന്നുള്ള രീതിയിൽ നിർവചിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന എന്താ മൗലികവാദം എന്നുള്ളത്. അവർ ഇപ്പോൾ തീവ്രവാദി എന്ന് പറയുന്നത് പോലെ അങ്ങനെ നിർവചിക്കുന്ന പോലെ നിർവചിക്കണം. അവർ അങ്ങനെ പറയുന്ന ആളുകൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ഭാഷാ മൗലികവാദം. ഇപ്പോൾ ഉദാഹരണത്തിന് ഭാഷാ ശുദ്ധിവാദമാണെങ്കിൽ ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും ഇതിനെതിരാണ്. മലയാളത്തിൽ ഇതര പദങ്ങൾ കടന്നു വരരുത് എന്നുള്ള നിലപാടുള്ള ഒരാളും തന്നെ ഭാഷാ പ്രസ്ഥാനത്തിലില്ല. ബസ്സിന് പകരം ഒരു മലയാള വാക്ക് കണ്ടുപിടിക്കാനും മലയാളത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളും തയ്യാറില്ല.
ഉച്ചാരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള വാദമൊന്നും ഐക്യമര്യാദ പ്രസ്ഥാനം നടത്തുന്നില്ല. അതായത് നമുക്ക് ഇവിടെ മലപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ ഇജ്ജി എന്ന് പറയുന്നതാണ് മാതൃഭാഷ എന്ന് കരുതുന്ന ആളുകളാണ്. പക്ഷേ അതേസമയം നിങ്ങൾ സയൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളോ പഠിക്കണമെങ്കിൽ നാട്ടുഭാഷ പോരാ, അതിനൊരു മാനക ഭാഷയുണ്ടല്ലോ, സ്വാഭാവികമാണല്ലോ. ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോവുക. മറ്റൊരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ലോക ചരിത്രം എടുത്താൽ അങ്ങനെ നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ലോക ചരിത്രത്തിലെ ഈ ഭാഷാതലം മനസ്സിലാവാത്തത്. ലോകത്തിൻ്റെ ആധുനീകരണ പ്രക്രിയയിൽ 3 ഘട്ടങ്ങളുണ്ട് യൂറോപ്പിനെ മുൻനിർത്തി പറഞ്ഞാൽ. അതിൽ ഒന്നാമത്തെ ഘട്ടം നവോത്ഥാനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. നവോത്ഥാനം തുടങ്ങുന്നത് തന്നെ ഭാഷാ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ്. അതായത് അന്നത്തെ മുഖ്യഭാഷയായ ലത്തീന് പകരം നാട്ടുഭാഷയായ ഇറ്റാലിയനിൽ കവിത എഴുതിക്കൊണ്ടാണ്, സാഹിത്യം രചിച്ചുകൊണ്ടാണ്, അതിനുവേണ്ടി വാദിച്ചുകൊണ്ടാണ് ദാന്തെ നവോത്ഥാനം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയുണ്ട്, ഡി വൾഗാരി എലക്വൻഷ്യ. അതിലാണ് മാതൃഭാഷ എന്താണെന്ന് നിർവചിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം മതനവീകരണമാണ്. മതനവീകരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഷ മാതൃഭാഷയാകണം. ബൈബിള് പണ്ട് എബ്രായ ഭാഷയിൽ തുടങ്ങി ലത്തീൻ ഭാഷയിലൂടെ വ്യാപിച്ച ബൈബിളിന് പകരം തൻ്റെ സ്വന്തം നാട്ടുഭാഷയിൽ ബൈബിൾ വിവർത്തനം ചെയ്യുന്നതോടുകൂടിയാണ് മതനവീകരണം ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവത്തെ എനിക്ക് എൻ്റെ ഭാഷയിൽ കാണാം, ദൈവത്തോട് പടച്ചോനെന്ന് പറയാം, പാർത്ഥസാരഥി എന്ന് പറയണമെന്നില്ല എന്നർത്ഥം. അതാണ് നമ്മൾ ഗുരുവായൂര് മറ്റേ ചർച്ചയില്ലേ, മേൽപ്പത്തൂരും പൂന്താനും തമ്മിലുള്ള തർക്കം. സംസ്കൃതത്തിലാണോ ശ്രീകൃഷ്ണനെ കാണേണ്ടത് അതോ മലയാളത്തിലാണോ കാണേണ്ടത്? അത് കാണിക്കുന്ന വലിയൊരു വ്യത്യാസം. അതായത് ഭക്തിയുടെ ഭാഷ മാതൃഭാഷയായി ഹൃദയം കൊണ്ട് ദൈവത്തെ കാണാം, അല്ലാണ്ട് ബുദ്ധി കൊണ്ടല്ല. അപ്പോൾ ഈ രണ്ടാമത്തെ ഘടകവും നടന്നു. അതും കേരളത്തിൽ ഈ 2 കാര്യവും നടന്നു. അപ്പോൾ അതായത് എഴുത്തച്ഛൻ മുതൽ കൃഷ്ണഗാഥ മുതൽ മൊഹിദ്ദീൻ മാല മുതൽ പുത്തൻപാന മുതൽ ഉള്ള കൃതികളെല്ലാം നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഷ മലയാളമായി മാറി അല്ലേ. നവോത്ഥാനത്തിൻ്റെ ഭാഷയും മലയാളമായി. മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും തത്വചിന്തയുടെയും ഭാഷ മാതൃഭാഷയാകാനാണ്. ഇതിനെയാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് യൂറോപ്പിൽ, പ്രബുദ്ധത എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രബുദ്ധതയുടെ ഏറ്റവും ആദ്യത്തെ ആളായ ദക്കാർത്ത് അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സസ് എഴുതിയത് ഫ്രഞ്ച് ഭാഷയിലാണ്. ഗലീലിയോ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ ഇറ്റാലിയൻ ഭാഷയിൽ എഴുതുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ അതുവരെ ജ്ഞാനഭാഷയായിട്ട് കരുതിയിരുന്ന വരേണ്യമായ ലത്തീന് പകരം നാട്ടുഭാഷകളിൽ ജ്ഞാനം വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം? അങ്ങനെ വരുമ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗത്തിലേക്ക് ജ്ഞാനം കടന്നു ചെല്ലുന്നു. അപ്പോൾ ദക്കാർത്തിനോട് എന്താണ് നിങ്ങൾ ഈ ഫിലോസഫി ആളുകൾ പണ്ഡിതന്മാരൊന്നും ഉപയോഗിക്കാത്ത ഈ നാട്ടുഭാഷയിൽ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ തത്വചിന്ത ഏറ്റവും അടുക്കളയിലിരിക്കുന്ന സ്ത്രീക്ക് വരെ മനസ്സിലാകണമെന്നാണ്. അതുകൊണ്ട് എന്തുണ്ടായി? 1940കളിൽ ഒരു സിമോൺ ദി ബൂവേ എന്ന് പറയുന്ന ഫിലോസഫർ ഫ്രഞ്ച് ഭാഷയിലുണ്ടായി. കാരണം ഏറ്റവും അവസാനത്തെ സ്ത്രീക്ക് വരെ തത്വചിന്ത എത്തിച്ചേർന്നു. അതുകൊണ്ട് അവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഫിലോസഫേഴ്സാണ്. ഇവിടെ സാഹിത്യകാരികൾ മാത്രമാണ്. എന്താ കാരണം? സാഹിത്യം മാത്രമേ ഭാഷയിലുള്ളൂ. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സാഹിത്യം മാത്രമേ ഉള്ളൂ. അവർക്ക് എല്ലാ ജ്ഞാന മേഖലകളിലും മാതൃഭാഷയോടുകൂടി കൈകാലിട്ടടിക്കാൻ കഴിയുന്ന മട്ടിൽ ഭാഷ സമ്പന്നമാണ് യൂറോപ്യൻ മാതൃഭാഷകൾ. അവരുണ്ടാക്കിയെടുത്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവർ സമരങ്ങളിലൂടെ ഇടപെടലിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ തത്വചിന്തയുടെ ഭാഷ, ഇതെല്ലാം സയൻസിൻ്റെ ഭാഷ, ശാസ്ത്രത്തിൻ്റെ ഭാഷ. ന്യൂട്ടൺ ആധുനിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ. ന്യൂട്ടൺ പ്രിൻസിപ്പിയ എന്ന് പറയുന്ന ആദ്യത്തെ കൃതി എഴുതുന്നത് ലത്തീൻ ഭാഷയിലാണ്. ഇംഗ്ലണ്ടിൽ ഈ ഭാഷാഭിമാനം ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അവിടുത്തെ അർത്ഥത്തിലുള്ള ദേശീയത ശക്തിപ്പെട്ട ഘട്ടത്തിലാണ് അതുവരെ സയൻസിന് വേണ്ടി ഉപയോഗിക്കാതിരുന്ന ഇംഗ്ലീഷ് ആദ്യമായിട്ട് ന്യൂട്ടൺ വലിയ ഗൗരവമായ കൃതിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഓപ്റ്റിക്സ് എന്ന് പറയുന്ന കൃതി ആദ്യമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നു 1704. അദ്ദേഹത്തോട് ഈ പറഞ്ഞ കുറേ പരിഹാസം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. നിങ്ങളുടെ ലത്തീൻ കൃതികൾ വായിച്ചിട്ട് മനസ്സിലായി, പക്ഷേ ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം എന്തായി? നൂറ്റാണ്ടുകൾ കഴിയുമ്പം ഇംഗ്ലീഷ് ശാസ്ത്രഭാഷയായി. ഇങ്ങനെയാണ് ലോകത്തിലെ എല്ലാ ഭാഷയും നടന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൂന്നാമത്തെ ഘട്ടമില്ലാതെ ഒരു സമൂഹം ശാസ്ത്ര സാങ്കേതിക വികസനം ഉണ്ടാക്കിയെടുക്കില്ല. നിങ്ങൾ മതം ചിലപ്പോൾ മലയാളത്തിലായിന്ന് വരും, സാഹിത്യം മലയാളത്തിലായിന്ന് വരും, പക്ഷേ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം മാതൃഭാഷയിലാവുമ്പോഴേ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് സയൻസ് എത്തിച്ചേരുകയുള്ളൂ. ഇത് ഫ്രോൺമെയർ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, ഗുണ്ടർട്ടൻ്റെ ശിഷ്യൻ. അതായത് കേരളത്തിലൊരു ശാസ്ത്ര വിപ്ലവം നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അപ്പുറത്ത് ഒരു പുതിയ സമൂഹത്തെയാണ് കെട്ടിപ്പടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സയൻസിൻ്റെ ഭാഷ
മാതൃഭാഷയാകണം, മലയാളമാകണം എന്ന് പറഞ്ഞിട്ടാണ് ഫ്രോൺ മേയർ പ്രകൃതിശാസ്ത്രം എന്ന് പറയുന്ന ഫിസിക്സ് പുസ്തകം 1883 മലയാളത്തിൽ എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുന്നില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി വാദിച്ചത്. ഇങ്ങനെ എത്തിയാൽ മാത്രമേ അടിയുറപ്പുള്ള ഒരു സമൂഹം ഉണ്ടാവുള്ളൂ. ഇല്ലേ പരിസ്ഥിതി വാദം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാം അല്ലേ, ഫെമിനിസം നിങ്ങൾ പറഞ്ഞുകൂടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എത്ര ആളുടെ കയ്യിലേക്ക് എത്തും? ഇതേ കാര്യത്തിനെയാണ് സയൻസിൻ്റെ കാര്യത്തിലുള്ളത്. ഇംഗ്ലീഷ് വേണം, ഇംഗ്ലീഷിൽ പഠിക്കണം ഒക്കെയാണ്, പക്ഷെ അതേസമയം അവിടെ വള്ളത്തോൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ മറ്റ് ഭാഷകൾക്ക് വേണ്ടി നിങ്ങൾ അല്ലേ ആണ്ടാണ്ട് മുങ്ങുന്ന നിങ്ങളുടെ വേല പാഴിൽ എങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാഴ്പിട്ട് അതിൽ നിന്നും ആർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കായിൽ, അവിടെ വള്ളത്തോൾ ശരിയാണ്. കാരണം നിങ്ങൾ ഏത് ഭാഷയും പഠിച്ചോളൂ, പക്ഷെ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന മട്ടിൽ അത് വിവർത്തിത കൃതികളായിട്ട് മലയാളത്തിൽ വരണം എന്നൊക്കെയുള്ള ആശയങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ സ്വതന്ത്ര ഇന്ത്യയുടെ ആശയമാണ്. 1968 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമ്പോൾ ഈ ആശയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മുടെ 5 കൊല്ലം കൂടുമ്പം ഭരണത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന, അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയം നേടാമെന്ന് കരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. ഇത് നോക്കേണ്ടത് സിവിൽ സമൂഹം എന്ന് പറയുന്ന പൊതുസമൂഹമാണ്. പൊതുസമൂഹത്തിന് എത്ര താല്പര്യമുണ്ട്, അതിനുവേണ്ടി ഇറങ്ങുന്ന ആളുകളെ മൗലികവാദികൾ എന്ന് വിളിച്ച് മുദ്ര കുത്തി. ഇത്രയും വർഷമായിട്ടും 2009 മുതൽ സമരം തുടങ്ങി, 2009 മുതൽ ഇതിന്റെ ഭാഗമാണ്, എന്നിട്ടും ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് നമ്മളിപ്പോ ഭാഷയ്ക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതിന് മാഷ് അത് എന്താണ്? രണ്ടുമൂന്ന് ബോധപൂർവം പിന്നെ ഇതിനു വേണ്ടി ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ നിൽക്കുന്ന ആളുകൾ ഈ മുദ്ര കുത്തുന്നത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ ലളിതമായി പറയാം, ഇപ്പൊ PSC പരീക്ഷകൾ മലയാളത്തിലാക്കണം, KS പരീക്ഷ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് ലോബി വെള്ളത്തിലാവും. കാരണം മലയാളത്തിൽ നേരിട്ട് വായിച്ചാൽ മനസ്സിലാവും അല്ലേ, മനസ്സിലായില്ലേ? PSC പരീക്ഷാ സഹായികൾ, കോച്ചിങ് സെൻ്ററുകൾ മുഴുവൻ വെള്ളത്തിലാവുമല്ലോ. കാരണം നേരിട്ട് മലയാളത്തിൽ പരീക്ഷ ഞാൻ എഴുതുമല്ലോ, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. കോടതി ഭാഷ മലയാളമാകാം എന്ന് വന്നപ്പോൾ എന്ത് സംഭവിക്കും? വക്കീലന്മാർ ബുദ്ധിമുട്ടാവും, കാരണം നേരിട്ട് കാര്യം മനസ്സിലാവും കക്ഷിക്ക്. ഇങ്ങനെയുള്ള സ്ഥാപിത താല്പര്യക്കാർ, എല്ലാവരും നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ സ്ഥാപിത താല്പര്യക്കാർക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുപോലെ വിദ്യാഭ്യാസ കച്ചവട ലോബി, CBSE ഉൾപ്പെടെയുള്ള അവർക്ക് ആവശ്യമാണ് ഇതിനെ മുദ്ര കുത്തേണ്ടത്. അങ്ങനെ താല്പര്യം കൊണ്ട് മുദ്ര കുത്തുന്നത് അത് നല്ല കാര്യമാണ്, കാരണം അവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തത് ഇതറിയാതെ പോകുന്നത്, ഇതെന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നത് കേൾക്കുന്നു, അത് തന്നെ ആവർത്തിക്കുന്നു. അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും അവരെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യങ്ങളുടെ പേരിൽ അത് പറയുന്ന ആളുകളെ ഇപ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവർ താല്പര്യം നഷ്ടപ്പെട്ടാലേ, കാരണം പന കൊത്തിയാൽ മാത്രമേ, വെട്ടിയാൽ മാത്രമേ വവ്വാലുകൾ ഇല്ലാതാവുള്ളൂ. ആ പന ഇവിടെ ഉള്ളിടത്തോളം കാലം വവ്വാൽ ഇവിടെ ഉണ്ടാവും. കാരണം ആ താല്പര്യങ്ങൾ വവ്വാലായിട്ട് ആശയങ്ങളായിട്ട് വരും. മറ്റേ ഇതല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരോട് പറയുന്നുണ്ട്. എത്രയോ ആളുകളെ അഭിപ്രായങ്ങൾ മാറ്റി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അത് നമ്മുടെ ജീവിത ലക്ഷ്യമൊന്നും അല്ലല്ലോ. എനിക്ക് ഒരുപാട് എൻ്റെ ചിന്തയുടെയും എഴുത്തിൻ്റെ ഒക്കെ ലോകത്ത് ഒരു ഭാഗം മാത്രം ഭാഷാ പ്രവർത്തനം. അപ്പോൾ എൻ്റെ ദൗത്യതൊന്നുമല്ല. എനിക്ക് വേറെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. ഞാനൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഭാഷാപ്രേമിയൊന്നുമല്ല. കാരണം അന്ന് ഇതിനു വേണ്ടി പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഗതികെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയതാണ്. അവിടെ തന്നെ നിന്ന് കുറച്ച് കാലം മാത്രം. അപ്പോൾ അതിനല്ലാതെ ഇതൊരു ജീവിതപ്രദമൊന്നുമല്ല.